ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ടിപ്സുകളാണ് പറഞ്ഞിരുന്നത്. എല്ലാ ടിപ്സും കവർ ചെയ്തിട്ടാണ് നമ്മൾ ബ്ലൗസ് കട്ടിങ് പറഞ്ഞിരുന്നത് കേട്ടോ. അത് നോർമൽ ബ്ലൗസാണ് ചെയ്യുന്നത്. മാത്രമല്ല ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും. അതിനോട് കൂടി ഓരോ ഭാഗത്തും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള ഐഡിയാസും പറഞ്ഞു. ടക്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആവാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള അതിൻ്റെ ടിപ്സ് പറഞ്ഞു തരും. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞു തരും. പിന്നെ മെയിൻ ടക്സ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. പിന്നെ ബാൻഡ് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. പിന്നെ രണ്ടും ഈക്വലായി, സ്ലീവും ബോഡി പാർട്ടും ഈക്വലായിട്ട് വരാൻ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ടിപ്സ് പറഞ്ഞു തരും. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ബ്ലൗസ് കട്ടിങ് പാറ്റേൺ രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. മാത്രമല്ല ജോയിൻ ബട്ടൺ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴിയായിട്ട് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുക. വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ടും ചെയ്യാം. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് പേപ്പർ പാറ്റേണിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ബാക്ക് പാർട്ട്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്, ഇതാണ് നമ്മുടെ സ്ലീവ്, ഇതാണ് നമ്മുടെ ബാൻഡ് ഈ ബ്ലൗസിൻ്റെ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇത് പാറ്റേൺ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് നമ്മൾ അതിൻ്റെ തന്നെ ബാക്ക് പാർട്ട്, ഇത് നമ്മുടെ സ്ലീവ്, ഇത് നമുക്ക് ബാൻഡ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇത് വെച്ചിട്ടാണ്, ഇപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പാറ്റേൺ വെച്ചിട്ടാണ് ഈ ബ്ലൗസിൻ്റെയാണ് അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്തതെന്നുള്ള മെഷർമെൻറ്റാണ് ഇതിനകത്ത് ചെയ്യുന്നത്, നമ്മൾ വരച്ച് കാണിച്ചിരുന്നത്. ഇതെങ്ങനെ, അത് നമ്മൾ പേപ്പറിൽ ഡയറക്റ്റ് ന്യൂസ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ വരച്ച് വെച്ചത്. ഇതിൻ്റെ ബാക്ക് പാർട്ട് കട്ടിങ് ചെയ്യുന്നത് കുറച്ച് കൂടുതൽ സമയം എടുത്തത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ഒക്കെ നമ്മൾ ഇതിൽ എങ്ങനെയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ കട്ടിങ് ഈ ഒരു ബ്ലൗസിൻ്റെ ഓൾറെഡി തൊട്ട് 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ഇവിടെ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ രീതിക്ക് അനുസരിച്ച് ഇതിനനുസരിച്ചുള്ള സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ഇതിനനുസരിച്ചുള്ള സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അതിനുള്ള സ്ലീവാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകളായ 3 അളവുകളാണ് എടുക്കേണ്ടത്. 3 അളവുകളും ഏറ്റവും പ്രധാനമാണ് ഈ ഒരു ബ്ലൗസിന്. പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബൊട്ടീക്കുകളിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ 3 മെഷർമെൻറ്റ് ഏറ്റവും പ്രധാനമാണ്. അതിൽ ആദ്യത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഫുൾ റൗണ്ട്, അതായത് ചെസ്റ്റിൻ്റെ അളവ്, ചെസ്റ്റിൻ്റെ റൗണ്ട്, ഫുൾ റൗണ്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ബെസ്റ്റ് പോയിന്റ് നോക്കി കണ്ടുപിടിക്കണം. ഈ പോയിന്റ്, മെയിൻ ടക്കിൻ്റെ ഈ ഒരു പോയിന്റ്, ആ ഒരു അളവ് കറക്റ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് റൗണ്ട് എടുക്കണം. ഓക്കെ, അതായത് നിപ്പിൾ ടു നിപ്പിൾ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അളവ് നമുക്ക് എടുക്കണം. അത് രണ്ടാമത്തെ ഏറ്റവും പ്രധാന അളവ്. മൂന്നാമത്തെ അളവ് എന്ന് പറഞ്ഞിട്ട് ഈ വേസ്റ്റ് റൗണ്ട്, ഇടുപ്പ് ഭാഗത്തെ വണ്ണം, അത് ഫുൾ റൗണ്ട് എത്രയാണോ അതെടുക്കണം. നമ്മൾക്ക് ആദ്യം ചെസ്റ്റിൻ്റെ അളവ് ഇങ്ങനെ എടുക്കാന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഭാഗം നമ്മൾ ഇങ്ങനെ നിവർത്തി ഇടണം. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കണം. ഈ ഒരു പോയിന്റും ഇതുപോലെ നിവർത്തി ഇങ്ങനെ വെക്കണം. ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ വെക്കണം. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഈക്വലായിട്ട് വെക്കുമ്പോൾ ഈ ഭാഗം വല്ലാണ്ട് വൈഡാക്കി വെക്കരുത്. ആ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അളവ് എടുക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് എത്രയാണോ ചെറുതായിട്ടൊന്ന് ഈ രീതിയിലൊന്ന് വലിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ബാക്ക് പാർട്ടിൽ 19 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ടിൽ ബാക്കിൽ നമുക്ക് കിട്ടിയത് എത്രയാണോ ചെസ്റ്റിൻ്റെ അളവ് എടുക്കണം, കണ്ടുപിടിക്കണം കേട്ടോ. അതിന് ബാക്കിലേക്ക് നമുക്ക് കിട്ടിയത് 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇനി ഫ്രണ്ടിലത്തെ അളവും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രണ്ടിലത്തെ അളവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടം തൊട്ട് ഇവിടം വരെ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ മതി. വല്ലാണ്ട് വലിച്ചു പിടിക്കരുത്, ആ രീതിയിൽ എടുക്കണം. എന്നാൽ തീരെ വലിച്ചു പിടിക്കാതെയല്ല, നേരിയ രീതിയിൽ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഹുക്കുമ്മ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയത് 9.25 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. കണ്ടോ, 9.25 ഇഞ്ച്. അപ്പോൾ അത് രണ്ട് സൈഡിലേക്ക് 9.25 ഇഞ്ചാണ്. അപ്പോൾ 9.25 + 9.25, അപ്പോൾ 19 ബാക്കിലേക്കാണ്. ഫ്രണ്ടിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 9.25 + 9.25. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 9 × 9 = 18, 18.5. ഇത് 18.5യും ബാക്കിൽ 19.
മനസ്സിലായോ? അത് മൊത്തം ടോട്ടൽ 19 പ്ലസ് 18.5 അത് എത്രയാണോ അതാണ് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ചെസ്റ്റിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഇവിടെ 18.5യും ഇവിടെ 19 കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 37.5 കിട്ടും. 37 ഇഞ്ചാണ്. 37 ഇഞ്ചിൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് ബോഡി ഫിറ്റ് മെഷർമെൻ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടില്ല. തയ്യൽ തുമ്പ് ഇനി എക്സ്ട്രാ ആണ് കേട്ടോ ആഡ് ചെയ്യുക. ഇതിനകത്ത് തയ്യൽ തുമ്പ് പെടില്ല. കറക്റ്റ് റെഡി ടു ഫിറ്റ് ആണ്. ഇനി നമുക്ക് എക്സ്ട്രാ ആണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത്. മെമ്മറിയിൽ ഉണ്ടാവണം. ഇനി നമുക്ക് ബെസ്റ്റ് അളവ് കണ്ടുപിടിക്കണം. ബെസ്റ്റ് അളവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന പോയിന്റ്. അതായത് തയ്യൽ തുമ്പ് അടക്കെടുക്കണമെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന് മാത്രം എടുത്തിട്ട് പ്ലസ് നമ്മൾ 4 ഇഞ്ച് ഒരു പോയിന്റ് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അല്ലാന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് അടക്കെടുക്കണമെങ്കിൽ നമ്മൾ ഇതിന് ഇപ്പുറത്തേക്ക് മറിച്ചിട്ടാൽ മതി ആ ഒരു തയ്യൽ തുമ്പ് അടക്കം. അപ്പോൾ ഈ ഒരു ടക്കിൻ്റെ ഈ ഒരു തുമ്പ് നിൽക്കണില്ലേ, നമ്മുടെ നൂലിൻ്റെ തുമ്പ് നിൽക്കണില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ തയ്യൽ തുമ്പ് അടക്കാണ് എടുക്കണം കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കാണ് എടുക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ അളവ് കൂട്ടണ്ട. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾ അപ്പുറത്തെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് നിങ്ങൾ അളവ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് 9.25 വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് അടക്കാൻ നമുക്ക് 9.25 വന്നിട്ടുള്ളത്. ഇനി 9.25 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ് പോയിന്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെയും പിടിക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു അളവ് എടുക്കാം. ഇവിടെ നിന്നിട്ട് ഇവിടം വരെ, അതിന് ശേഷം ഇവിടെ നിന്നിട്ട് ഈ ഒരു അളവ്, ആ ഒരു അളവ് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്കിത് 3.25 കിട്ടിയത്. ബാക്കി പുറത്തേക്കുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ 9.5 ഇഞ്ച് ഒരു പോയിന്റ് കഷ്ടി വരും. അപ്പോൾ 9.5 ഇഞ്ച് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. 9.5 ഇഞ്ച്. അപ്പം 9.5 ഇഞ്ചാണ് നമുക്ക് വന്നത്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പടി തയ്ക്കാനായിട്ട് ഒരു 4 ഇഞ്ച്, ഓക്കെ, പടി തയ്ക്കാനുള്ള 4 ഇഞ്ച് എക്സ്ട്രാ ഇടണം. അത് മറക്കരുത്. അപ്പോൾ 9.5 പ്ലസ് 4 ഇഞ്ച് 9.25 വരും കേട്ടോ. അപ്പോൾ 9.25 ഇഞ്ചാണ് നമുക്ക് വന്ന അളവ് മെഷർമെൻറ്റ്. ടോട്ടൽ മെഷർമെൻറ്റ് വന്നിരുന്നത് 9.25 ആണ്. ആ 9.25 ഇവിടെ എഴുതി വയ്ക്കാം. 9.25 കേട്ടോ. 4 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 9.5 ഇവിടുത്തെ ഒരു സൈഡ് ഭാഗത്തെ അളവ്. അപ്പോൾ ഈ 9.5 പ്ലസ് 9.5 നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത്? 9 9 18, 1 19, ഫ്രണ്ടിലേക്ക് 19 ഇഞ്ച്. 9 9 18, 18ഉം അരയും 1. അപ്പോൾ അങ്ങനെ 19 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ള വണ്ണം. ഇനി അതേപോലെ അത് ബാക്കിൽ ഈ ഒരു ബ്ലൗസിൽ എത്രയാണോ വന്നിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോഴാണ് നമുക്ക് ബസ് റൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബസ് പോയിന്റിൽ വെച്ചിട്ട് നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. മെയിൻ ടക്ക് നമ്മൾ എടുത്ത ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ബാക്കിലും അതുപോലെ 9.25 ഇഞ്ചിൻ്റെ ആ ഒരു അളവിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ ഇവിടെ നിന്ന് വെച്ചിട്ട് 9.25 വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് 4 ഇഞ്ച് പോയിന്റ് തയ്ച്ച് പോയി കാണുന്നതല്ലേ, തയ്ച്ച് പോയി കാണുന്നതിന് അതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് പോയിന്റ് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ടേപ്പിൽ. അങ്ങനെ നമ്മൾ 9.25 വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ബ്ലൗസിൻ്റെ ആ ഒരു ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വന്നത് 17.5 ഒരു പോയിൻ്റാണ്. 17.5 ഒരു നൂല്. 17 ഒരു നൂല് നമുക്ക് എന്ത് കിട്ടി? ബാക്ക് പാർട്ടിലേക്ക് കിട്ടി. 17.5 ഒരു നൂലാണ് നമുക്ക് കിട്ടിയ അളവ് കേട്ടോ. അപ്പോൾ ഈ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ അതാണ് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് കേട്ടോ. ബെസ്റ്റ് റൗണ്ട്. ചെസ്റ്റ് അപ്പോൾ നമുക്ക് കിട്ടിയത് 37.5 ആയിരുന്നു. നമ്മൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും കൂടി നോക്കി. ബാക്കിലത്തെ ആദ്യം 19, ഫ്രണ്ടിലത്തെ 9.25, അങ്ങനെ 18, അങ്ങനെ 37 ഇഞ്ച്. ഇനി ബെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് 19 പ്ലസ് 17 ഒരു നൂല് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ബെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് നമുക്ക് കിട്ടും. അത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ 19ഉം 17 ഒരു നൂലും കൂടി ആഡ് ചെയ്യണ ആൻസറാണ് ഇവിടെ ബെസ്റ്റ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 36.5 ഒരു നൂലാണ് നമുക്ക് കിട്ടിയ ആൻസർ കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടും കണ്ടുപിടിക്കാനുണ്ട്. ഇതിനകത്തും തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല കേട്ടോ. റെഡി ടു ഫിറ്റ് അളവാണ്. ഇനിയിപ്പോൾ പറഞ്ഞ 36.5 ഒരു നൂല് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത്. ഇനി പ്ലസ് ഇതുപോലെ ഇല്ലാട്ടോ, എല്ലാവർക്കും വ്യത്യസ്തമായ അളവുകളായിരിക്കും വരിക. കൂടുതൽ ആളുകൾക്കും ചെസ്റ്റിനെക്കാട്ടിലും ബെസ്റ്റ്
കൂടുതലായിട്ട് വരും. 1 ഇഞ്ചോ 2 ഇഞ്ചോ 3 ഇഞ്ചോ 4 ഇഞ്ചോ അങ്ങനെ കയറി വരും കേട്ടോ. ചിലവർക്ക് ഇത് കുറഞ്ഞും വരും. പല ആളുകളും പലതരത്തിലാണ് കേട്ടോ. അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഒരേപോലെയല്ല, എല്ലാവരുടെ ബ്ലൗസിനും വല്ലാണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, എല്ലാവരുടെ ബോഡി ലാംഗ്വേജും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. ഭൂരിപക്ഷം ആളുകളുടെയും ഇത് കൂടുതലായിട്ടാണ് വരിക, ചിലവരുടെ ഈ ഭാഗം കുറവായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആ ബ്ലൗസിൻ്റെ ഒരു കാഴ്ചപ്പാടിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട്, അതായത് ഇടുപ്പ് ഭാഗം വണ്ണം, ഈ ഭാഗത്തെ ഇതും പിന്നെ ഇവിടെ നിന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇതെങ്ങനെ ഫുള്ളായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ അത് ആദ്യം പറഞ്ഞുതരാം. ഇതാ ഈ ഒരു ഹുക്ക് തൊട്ട് ഈ ഹുക്കിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നിന്നിട്ട് തന്നെ തുടങ്ങാം. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് എവിടം വരെ എടുക്കണം? ഈ ഫസ്റ്റത്തെ ഹുക്ക് ഇടുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ് വരേക്കും നമുക്ക് കറക്റ്റ് അളവ് എത്രയാണ് എടുക്കണം. ഓക്കെ, അത് പോരാഞ്ഞിട്ട് ബാക്ക് പാർട്ടിൽ എത്രയാണോ വന്നിട്ടുള്ളത്, ബാക്ക് പാർട്ട് മാത്രമായിട്ട് എത്രയാണോ വന്നിട്ടുള്ളത് ആ അളവും നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പം നമ്മളിത് ഫുള്ളായിട്ട് ആദ്യം എടുക്കാം. അപ്പോൾ ഈ ഹുക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ എടുക്കേണ്ടത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് കിട്ടിയ അളവ് 30 കേട്ടോ. ഈ 30 നമുക്ക് കിട്ടിയ അളവ്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ മൊത്തം റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് ഇടുപ്പ് ഭാഗം വണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 കേട്ടോ. ഇനി നമുക്ക് അതിന് ബാക്ക് പാർട്ടിൽ മാത്രമായിട്ട് എത്രയാണോ കിട്ടിയിരിക്കുന്നത് നോക്കണം. അപ്പോൾ ഈ ബാക്ക് പാർട്ടിനെ മടക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ച് നോക്കാം ഈ ഒരു ഭാഗത്തേക്ക്, ഇവിടെ തൊട്ട് ഇവിടം വരെ. അപ്പോൾ നമുക്ക് കിട്ടിയത് 7.25 ഇഞ്ചാണ്. അപ്പോൾ 7.25 നമുക്ക് കിട്ടിയ മെഷർമെൻറ്റ്. അപ്പോൾ 7.25 + 7.25 എത്രയാണ്? ബാക്ക് പാർട്ടിൽ നിന്ന് എഴുതി വെക്കുക കേട്ടോ. ഇതിൽ ബാക്ക് വേസ്റ്റ് ഭാഗത്തിൻ്റെ ബാക്ക് പാർട്ട് കേട്ടോ, അതായത് ഇടുപ്പ് ഭാഗം വണ്ണത്തിൻ്റെ ബാക്ക് പാർട്ടിലേക്ക് കിട്ടിയത് നമുക്ക് 7.25 ഇഞ്ചാണ്. അതേ പ്ലസ് അത് 7.25 ബാക്ക് പാർട്ട് മാത്രം കേട്ടോ. ബാലൻസ് ഉള്ളത് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് എടുക്കേണ്ടതാണ്. ഈ 30 ഈ 7.25 + 7.25 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഫ്രണ്ടിലോട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. അത് ആവശ്യം വരും. അത് ആ പ്രധാന പോയിൻ്റാണ് ഇത്. ഈ ഒരു മെഷർമെൻറ്റും ഒക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ടക്സിൻ്റെ അളവ് എടുക്കുന്നത്. അതുപോലെ തന്നെ ടക്സിന് വേണ്ട ബാൻഡിൻ്റെ അളവെടുക്കുന്നതൊക്കെയും ഇതിൽ പറഞ്ഞ ഈ 3 മെഷർമെൻറ്റിനും ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രധാനമായ പോയിൻ്റാണ്. ഈ ഒരു 7.25 അളവ് നമ്മൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. ഈ പോയിൻറ്റ്സ് ഒന്നും മറന്നു പോയത്. എന്നിട്ട് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബാക്ക് പാർട്ടിൽ എങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് പറയാം. ഇനി നമുക്ക് ഷോൾഡർ അളവെടുക്കേണ്ട രീതി ഒന്ന് കാണിച്ചു തരാം. അത് ഷോൾഡർ അളവെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച ശേഷം ഇതേപോലെ നിവർത്തിയിട്ടിട്ട് ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ ഷോൾഡർ അളവെടുക്കുക. അങ്ങനെ നമുക്ക് അങ്ങനെ അളവെടുത്തേക്കും. ഈ ഭാഗത്ത് നിന്ന് അളവെടുക്കാൻ പറ്റണില്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബ്ലൗസൊക്കെ ശരിക്കും ഇങ്ങനെ നിവർത്തിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് വേണം ഈ ഒരു പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ നമുക്ക് അളവെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് 5.25 കിട്ടിയിട്ടുണ്ട്. പിന്നെ ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തെ അളവെടുക്കണം, സൈഡ് ഷോൾഡർ എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം പിന്നെ എടുക്കേണ്ടെന്ന് അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവെടുക്കണം. അതായത് ഷോൾഡർ തൊട്ട് അടി വരെയുള്ള അളവെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഈ കൈക്കുഴി തൊട്ട് ഇവിടം വരെയുള്ള അളവെടുക്കണം. ഇവിടം വരെയുള്ള അളവെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. ഇവിടം തൊട്ടുള്ള ഇവിടം വരെയുള്ള അളവാണ് നമ്മളിപ്പോൾ 7.25 + 7.25 എടുത്ത് വെച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ 1.25 ഇഞ്ചാണ് 1.25 ഇഞ്ച് ആഡ് ചെയ്യണം. അല്ല 1.5 ഇഞ്ച് ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ അതിൻ്റെ ബാക്ക് പാർട്ടിന് കഴുത്തിൻ്റെ ഇറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ താഴെ നിന്ന് ഇവിടം വരെയുള്ള അളവെടുക്കും. അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ ചെസ്റ്റിൻ്റെ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാമല്ലേ, കൈക്കുഴി ഭാഗം കണക്ക് നല്ലൊരു ഭാഗം, ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനുള്ളതിൽ, അതായത് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ മാത്രം കേട്ടോ, നമുക്ക് ബാക്ക് പാർട്ടിൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ അളവിൻ്റെ പകുതി നമുക്ക് വന്നിരിക്കുന്നത് 9.5 ഇഞ്ചാണ് പകുതി വരുന്നത്. ആ 9.5 ഇഞ്ച് ഇവിടെ ഒരു 5.5 ഇഞ്ച് പോയിന്റിൽ വെച്ചിട്ട് ഒരു 5.5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈറ്റ് ഇറക്കാൻ നോക്കിയിട്ട് 5.5 ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ നീളണം വരച്ചിടാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് കേട്ടോ, ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് കൈക്കുഴി ഭാഗം കണ്ടത്തിൻ്റെ ഇവിടുന്ന് കൈക്കുഴി തൊട്ട് അടി വരെയുള്ള ഒരു അളവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരു അളവ് നമ്മുടെ തയ്യൽ തുമ്പടക്കം എത്രയായിരുന്നു?
ആ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അതെ, ആ വരയിൽ എവിടെയാണ് വന്ന് ജോയിൻ്റ് ആവണം ആ പോയിന്റ് വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്ലസ് പോലെ ഒരു ചിഹ്നിട്ട് വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ജസ്റ്റ് ഈ ഒരു സ്ക്വയർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോഡി പാർട്സിനനുസരിച്ച് നമ്മളൊരു സ്ലീവിന് ഈ ഒരു ആം ഹോൾ ലെങ്ത് എടുത്തതാണ് കേട്ടോ, ഈ ഒരു രീതിയിൽ. ഇതല്ലാതെ വേറൊരു രീതിയും കൂടി ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ബ്ലൗസ് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റാണ് സ്ലീവിന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നൊരു വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. അത് നമ്മളൊരു 3 വീഡിയോയ്ക്ക് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിൽ ഇതേ സ്ലീവിൻ്റെ ഒരു വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ കറക്റ്റ് ഒരു തുണിയിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇതേ അളവ് തന്നെ എടുത്തിട്ട്. അപ്പോൾ അത് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ എടുത്താൽ മതി. ആ ഒരു രീതിയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒറ്റ മാറ്റില്ല. കറക്റ്റ് ചെരിഞ്ഞ അളവ്, സ്ട്രെയിറ്റ് അളവ്, ക്യാപ് ഹൈറ്റ്, ഈ ലെങ്ത്ത്, അതുപോലെ സ്ലീവിൻ്റെ തുമ്പ് വണ്ണം, ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ആ ഒരു രീതിയിൽ 3 വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ വേറെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അളവിനും കൈക്കുഴി തൊട്ട് അടി വരെയുള്ള അളവിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു യാം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തൊട്ട് ഇവിടം വരെ കൈക്കുഴി ഭാഗത്തിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ 2 മടക്കി, അപ്പോൾ 9.5 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ 9.5 ജസ്റ്റ് ഒന്ന് വരച്ചു. എന്നിട്ട് നമുക്ക് കൈക്കുഴി തൊട്ട് അടി വരെയുള്ള അളവ്, തയ്യൽ തുമ്പ് അടക്കമുള്ളത്, ആ അളവ് ഏതിലേക്ക് ജസ്റ്റ് പോയിന്റ് ചെയ്ത് നിൽക്കണോ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് അതും ഒന്ന് വെച്ച് ജസ്റ്റ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഇടുന്നു ഇവിടെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ബാക്ക് പാർട്ട് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൽ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട്. ഈ ബാക്ക് പാർട്ട് വെച്ച് തന്നെയാണ് ഫ്രണ്ട് പാർട്ട് ആദ്യം വരയ്ക്കുക. അതിൽ ആദ്യം നമ്മൾ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പാർട്ട് വെച്ചിട്ട് ഈ ഒരു ഷോൾഡർ വരച്ചെടുക്കും, അതുപോലെ ആം ഹോൾ വരച്ചെടുക്കും, ഇതുപോലെ നെക്കിൻ്റെ ഭാഗം വരച്ചെടുക്കും, ഈ ഭാഗം വരെയുള്ള അളവ് വരയ്ക്കും. ഓക്കെ, ഈ ഭാഗം വരെയുള്ള അളവൊക്കെ നമ്മൾ വരച്ചെടുക്കും കേട്ടോ. നമുക്ക് വേണ്ട തുണിയിൽ ഇങ്ങനെ തന്നെ വരച്ചെടുത്ത ശേഷമാണ് നമ്മളത് മാറ്റിയിട്ട് നമുക്ക് വേണ്ട ശരിക്കുള്ള അതിപ്പോൾ നമ്മൾ വരച്ചെടുത്ത ആ ലൈനിൽ തന്നെ നമ്മൾ വീണ്ടും അഗെയിൻ ഒന്നും കൂടി നമ്മൾ ഈ ഒരു ബോക്സ് വരച്ചെടുക്കും. ഇതായിരുന്നു നമ്മൾ ആദ്യം വരച്ചെടുത്തത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ഇത് വരച്ചത്. നമ്മളിങ്ങനെ ആ ഹോൾ ലെങ്ത്ത് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിനുശേഷം ഫ്രണ്ടിലോട്ട് കുഴിച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കറക്റ്റ് ഈ ഒരു ലെങ്ത്ത് ഇങ്ങോട്ട് വരച്ചില്ലേ, ആ ഹോളിൻ്റെ ലെങ്ത്ത് വരച്ചിട്ട് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കില്ലേ, ആ ലെങ്ത്തിൻ്റെ ലെഫ്റ്റിലോട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം പോയി ഒരു 1/4 ഇഞ്ച് വരേക്ക്. അപ്പോൾ നമ്മളിതിൽ 1/2 ഇഞ്ചാണ് നീക്കിയിട്ടേക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ച് വരയ്ക്കണം. ഈ ഒരു ലൈനിൽ തന്നെ വരയിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് എടുക്കുന്നത്. അത് ഇവിടുന്ന് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ ലെങ്ത്ത് വന്നിരിക്കുന്നത്. ഇപ്പുറത്തോട്ടാണ് ആ ലൈനിൽ നേരെ ബാക്കിലോട്ട് ഇപ്പുറത്തോട്ട് നീക്കിയിട്ട് അറേഞ്ച് എടുത്തിരിക്കുന്നത്. അത്ര മാത്രം നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഹാഫ് എത്രയാണോ ആ പോയിന്റ് ഇതുകൊണ്ട് നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് പോയിന്റ് ഇവിടെ തൊട്ട് ഇവിടം വരെ താഴത്തേക്ക് എടുത്തു. അതിൽ നമ്മൾ നിപ്പിൾ പോയിന്റ് നമ്മൾ എടുത്തില്ല, നിപ്പിൾ ടു നിപ്പിൾ റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 3.25 വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് നമുക്ക് ഇവിടെ ഹുക്കിൻ്റെ ഹോളിൻ്റെയും തയ്യൽ തുമ്പ് വരും. അപ്പോൾ മൊത്തത്തിൽ 4 ഇഞ്ച്. ആ 4 ഇഞ്ചിൽ നമ്മൾ ബസ് പോയിന്റിൻ്റെ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടു. ഓക്കെ, അവിടെ നിന്ന് താഴത്തേക്ക് മെയിൻ ടക്ക് എങ്ങനെയാണോ കണ്ടുപിടിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് മെയിൻ ടക്കിൻ്റെ അളവെടുക്കുക. ആ ഒരു അളവ് കറക്റ്റ് ഇല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ താഴത്തേക്ക് വരയ്ക്കുക. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിടാം. ഓക്കെ, ആ ഒരു പോയിന്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിടാം. അപ്പോൾ നമുക്കത് ചെരിഞ്ഞ അളവ് വരുമ്പോൾ ആ ഒരു നമുക്ക് മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് വരും. നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഈ സൈഡിലോട്ട് ചെരിഞ്ഞുള്ള ഭാഗത്തൂടെ നമ്മൾ തയ്ക്കുക. ഇതിൻ്റെ അളവെടുക്കുന്നത് കൊണ്ട് ഒരു 1/4 ഇഞ്ച് കുറച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ആ മെയിൻ ടക്കിൽ നിന്ന് വേണ്ട അളവിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ചെടുക്കുന്നത് നമുക്ക് ഈ ചെരിഞ്ഞ അളവിലൂടെ തയ്ക്കുമ്പോൾ ആ ഒരു അളവ് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബസ് പോയിന്റ് അടയാളപ്പെടുത്തി അതിൻ്റെ നേരെ ഒരു ലൈൻ വരച്ചിട്ടു. അതുപോലെ മെയിൻ ടക്കിൻ്റെ അളവ് എടുത്തു. 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ടക്കിൻ്റെ അളവ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. പിന്നെ ടക്കിൻ്റെ ഇപ്പുറത്തേക്കുള്ള വീതി നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യണം കേട്ടോ. അത് ഇപ്പോൾ പറയണില്ല, കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ നിപ്പിൾ ടു നിപ്പിൾ റൗണ്ടിൽ നിന്ന് ഇവിടത്തേക്ക് 1 ഇഞ്ച് ഇവിടെ നിന്ന് നീക്കുക. ഈ പോയിന്റ് ബസ് പോയിന്റിൽ നിന്ന് ഇവിടേക്ക് 1 ഇഞ്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടത്തേക്ക് ഫ്രണ്ട് ടക്ക് ഇട്ട് കൊടുക്കാം. അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ ഭാഗത്തേക്ക് ടക്ക് ഇട്ട് കൊടുക്കുക. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1/4 ഇഞ്ച് വീതം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് ടക്ക് പിടിക്കാനുള്ള തുമ്പായിട്ട് എടുക്കുന്നത് നമ്മൾ 1/4 ഇഞ്ചാണ്. ഓക്കെ,
അത്രയേ ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ബെസ്റ്റ് പോയിന്റ് നമ്മൾ ബെസ്റ്റ് റൗണ്ട് എടുക്കണ്ടായിരുന്നല്ലോ, ആ അളവ് നമ്മൾ എത്രയായിരുന്നു ആ അളവ് എടുക്കണം. നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 9.5 ഒരു നൂലായിരുന്നു. 4 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ചിട്ടാണ് നമ്മൾ 9.5 ഒരു നൂല് എടുക്കേണ്ടത്. ഓക്കെ, 4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് മാറ്റിയിട്ടുണ്ട്, ഇവിടെ നീക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ 9 ഒരു നൂല് വരെ നേരെ ആ ഒരു പോയിന്റിൽ നമ്മളോട് വരച്ചു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ ഒരു ടക്ക് കൈക്കുഴി ഭാഗത്തേക്ക് ഇടുന്നുണ്ട് ഇല്ലേ, ഇവിടെ 4 ഇഞ്ച് പിടുത്തം വരും. അപ്പം മൊത്തം ടോട്ടൽ 1/2 ഇഞ്ച് ഇവിടെ പിടുത്തം വരും. ഈ സൈഡിലേക്ക് വരുമ്പോൾ 4 ഇഞ്ച് പിടുത്തം വരുമ്പോൾ നമുക്ക് മൊത്തം 1/2 ഇഞ്ച് പിടുത്തം വരുമ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഈ ആം ഹോൾ വരച്ചതിൽ ഒരു 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ അറ്റത്ത് നിന്ന് വേണം നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള ഈ 4 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് പിടുത്തം വരും, ഈ ടക്ക് പിടിക്കണതിൻ്റെ ആ ഒരു അളവ് ഇവിടെ കുറയും. അപ്പോൾ അത് കുറയാതിരിക്കാൻ ആ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ 1.25 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ബെസ്റ്റ് പോയിന്റ് നമ്മളിവിടെ 4 ഇഞ്ച് നമ്മുടെ ഹുക്കിൻ്റെയും ഹോളിൻ്റെയും പട്ട വയ്ക്കാനുള്ള സ്ഥലം വിട്ടിട്ട് ഗ്യാപ്പ് സ്പേസ് വിട്ടിട്ട് ഇവിടുന്ന് ആ ഒരു ലൈനിൽ വരച്ചു. അപ്പോൾ നമുക്ക് ടോട്ടൽ 9.5 ഒരു നൂലായിരുന്നു. അപ്പോൾ അത് വരച്ച ശേഷം പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുത്തു. അതിനുശേഷം മെയിൻ ടക്ക്, അതിൻ്റെ ഈ ഒരു ടക്കിൻ്റെ വീതി എത്ര കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഈ ബെസ്റ്റ് പോയിന്റ് എത്രയായിരുന്നു അതിൽ നിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ അത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഈ ബെസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗം ഈ ഭാഗത്തു നിന്ന് കുറയ്ക്കണം. അതിന് മൊത്തം വേസ്റ്റ് റൗണ്ടിൽ ബാക്കിൽ എത്ര വന്നു ഫ്രണ്ടിൽ എത്ര വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ടക്കിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇടുന്ന അകലാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെസ്റ്റ് പോയിന്റിൻ്റെ ബെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഈ അളവിൽ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് കുറയ്ക്കണം. അപ്പോൾ ആ അളവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബെസ്റ്റ് റൗണ്ട് എത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പേപ്പറിൽ. ടോട്ടൽ ബെസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു 36.5, 36 ഒരു നൂല്. അപ്പോൾ 36. ഓക്കെ, ആ 36 നിന്ന് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഈ ഒരു ബെസ്റ്റ് ലൈനിൽ വെച്ചിരിക്കുന്നത് എത്രയാണ്, 9.5 ഒരു നൂല്. ഈ ഒരു നൂല് നമുക്ക് ഏകദേശം കഷ്ടിയാണുള്ളത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണില്ല. അപ്പോൾ 9.5. ഓക്കെ, 9.5 എന്ന് പറയുന്നത് അപ്പുറത്ത് 2 സൈഡിലോട്ടും വേണ്ടേ. 9.5 2 സൈഡിലോട്ടും വരണമെങ്കിൽ 9 9 18, 18 1 1 1 18 1 19. അപ്പോൾ 36 ടോട്ടൽ അളവിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിൻ്റെ 19 ഇഞ്ച് കുറയ്ക്കണം. അത് കുറച്ചപ്പോൾ നമുക്ക് 17 വന്നു. ഈ 17 തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബെസ്റ്റ് പോയിന്റ് അളന്നിട്ട് ഇവിടെ നിന്ന് ഫുൾ ബാക്ക് പാർട്ട് മാത്രം അളന്നേക്ക് വന്നത്. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ ഒരു ബാക്കും ഫ്രണ്ടും നമ്മൾ ഈക്വലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറവൊന്നുമില്ല. ബാക്ക് പാർട്ടിൽ നമുക്ക് 17 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ റൗണ്ട് കറക്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൗസിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഫ്രണ്ടിലോട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, കറക്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എത്ര ടോട്ടൽ വന്നിരിക്കുന്നത്, 30.5. നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇടുപ്പ് ഭാഗമാണ് 30 ഫുൾ റൗണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ട അളവ് കുറയ്ക്കണം. അത് ബാക്ക് പാർട്ടിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കേണ്ടത്. അപ്പോൾ കാരണം വേസ്റ്റിൻ്റെ ബാൻഡ് എത്രയാണ് വരേണ്ടതെന്ന് നമുക്ക് അറിയണം. വേസ്റ്റ് ബാൻഡ് എത്രയാണ് നീളം വരേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ അളവാണ് നമുക്ക് കുറയ്ക്കാനുള്ളത്. ഫ്രണ്ട് പാർട്ടിൻ്റെ അളവ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെ അളന്നപ്പോൾ നമുക്ക് എത്രയാണ് വന്നത്, ബാക്ക് പാർട്ടിൽ നമ്മൾ 7.25 നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെ അളന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. 7.25 ഇത് പകുതിയാണ് 7.25. അപ്പോൾ 7.25 + 7.25 എത്രയാണ് വരുന്നത്, 7 7 14, 3/4 1/2. അപ്പോൾ 15.5 വരിക. ഓക്കെ, 15.5. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്, 15. അതിനെ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 7.5. അപ്പോൾ 7.5 നമുക്ക് 2 സൈഡിലോട്ടും വേണ്ടത്. 7.5 വെച്ചിട്ടാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ 7.5 എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു 9.5 ഈ ഒരു ഭാഗത്തെ ഫ്രണ്ട് ഭാഗത്തെ ടക്ക്, ഈ 9.5 മൈനസ് 7.5. ഓക്കെ, ഈ ആൻസർ എത്രയാണ് വരുന്നത്, ഈ ആരെയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇനി ബാലൻസ് 2 ഇഞ്ച്. അപ്പോൾ 2 ഇഞ്ചാണ് ടോട്ടൽ ടക്കിൻ്റെ അളവ്. ഇത് ബെസ്റ്റിൻ്റെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഇത് വേസ്റ്റിൻ്റെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, ഫ്രണ്ട് പാർട്ടിലത്തെ ഭാഗമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള 9.5 അളവ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത്, നമുക്ക് ഈ ഒരു ഭാഗത്തെ അളവ് നമ്മൾ കണ്ടുപിടിച്ചത് ബാക്ക് പാർട്ടിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മൾ പകുതിയായിട്ട് എടുത്തത്. ഓക്കെ.
വേസ്റ്റിൻ്റെ ഭാഗം മൊത്തം വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് നമ്മൾ 15 ഇഞ്ച് കുറച്ചു. അത് കുറച്ചപ്പോൾ ബാക്കി 15 ഇഞ്ച് കിട്ടി. 15ൻ്റെ പകുതി രണ്ട് സൈഡിലേക്കും ബാൻഡിൻ്റെ ലെങ്ത്തായിട്ട് നീളമായിട്ട് എടുക്കണം. അപ്പം നമുക്ക് 7.5 വരും. ആ 7.5 അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൻ്റെ അളവ് കുറച്ചപ്പോൾ നമുക്ക് 2 ഇഞ്ച് കിട്ടി. അപ്പോൾ ബാലൻസ്, അപ്പോൾ ഈ 2 ഇഞ്ചിനെ പകുതി ആക്കുന്നതാണ് ഈ ടക്കം കൂടെ ഇടുന്നത്. അപ്പോൾ ഈ 2/2 ആണ് ഓ 2. അപ്പോൾ 1 ഇഞ്ച് ഇപ്പുറത്തോട്ടും 1 ഇഞ്ച് ഇപ്പുറത്തോട്ടും ടക്കിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അകലം 1 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ താഴെ ഭാഗത്തേക്കുള്ള അളവ് നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചു. 7.5 നമ്മുടെ ബാൻഡിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. ബാൻഡിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കേണ്ടത് 7.5 പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് തയ്യൽത്തുമ്പോൾ വെച്ചാൽ അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ടോട്ടൽ ഇത്ര വരും. 7.5 നമുക്ക് മെയിൻ. ഓക്കെ, പ്ലസ് സീം അലവൻസ് 1.25 ഇഞ്ച്. ബാൻഡിൻ്റെ നീളമാണ് കേട്ടോ അത്. ബാൻഡിൻ്റെ നീളമാണ്, ബെസ്റ്റ് പോയിൻ്റ് അല്ല, ബാൻഡിൻ്റെ നീളമാണ്, അത് മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടക്കിൻ്റെ അകലം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടിപ്പ് മറക്കരുത്, വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. അപ്പോൾ ഒരു വ്യക്തി അനുസരിച്ച് നമ്മൾ ടക്കിൻ്റെ അളവ് കൊടുക്കേണ്ടുന്ന രീതിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ബാൻഡ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തെ വേസ്റ്റിൻ്റെ ലെവൽ താഴത്തേക്ക് നീളമല്ലേ വരച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ അളവ് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് പകുതി കാൽക്കുലേറ്റ് ചെയ്യും. പകുതിയിൽ നിന്ന് കുറച്ച് ഒരു 1/4 ഇഞ്ച് കൂടിയും കുറയ്ക്കുക. തയ്യൽ തുമ്പ് കറക്റ്റ് പകുതി, അതിൻ്റെ 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകാനുള്ളത്. അപ്പോൾ ആ ഒരു അളവ് തന്നെ ഇവിടുന്ന് താഴേക്ക് എത്രയാണോ ആ അളവ് വന്നത് ആ അളവ് തന്നെ ഈ ഒരു സൈഡിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ അളവ് ഇവിടെ വരച്ചു, ഇതിനെ കണക്ട് ചെയ്തു, ആ അളവിലേക്ക് ഇതും കണക്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഭാഗം നമ്മൾ എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ ടക്ക് നമുക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഇടാം. നമുക്ക് ഈ കുറച്ച് മുകളിലേക്ക് കയറ്റിന് കുറച്ച് സൈഡ് ഇവിടുന്ന് താഴത്തുനിന്ന് ഇടാം. ഒരനക്കം താഴേക്ക് ഇറക്കി ഇടുന്നത്, ഈ സെൻറ്ററിനേക്കാൾ താഴത്തേക്ക് ഇറക്കി ഇടുന്നതാണ് ഇതിനകത്തേക്ക് ബെറ്റർ ആയിരിക്കുക. അതും ഇതിന് ഈ പോയിന്റിനെ ഇടണം. മാത്രമല്ല ഇവിടെ നിന്ന് ഇടുമ്പോൾ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ഭാഗത്തെ ടക്ക് ഇടാനായിട്ട്. ഇവിടെ നിന്നായാലും ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ടക്ക് ഇടാനായിട്ട്. പിന്നെ ഈ ഭാഗത്ത് എല്ലാവർക്കും ടക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് വേറൊരു വീഡിയോയിൽ പറഞ്ഞത്, അതിൻ്റെ അടുത്ത് പറയുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ബാൻഡിൻ്റെ ഈ ഒരു വീതി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്, ഈ ഒരു ഭാഗത്തെ വീതിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നീളം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തുമല്ലോ. മൊത്തം വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ബാക്ക് പാർട്ടിൻ്റെ അളവ് കുറച്ചപ്പോൾ നമുക്ക് 7.5 ഇഞ്ച് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. മൊത്തം വേസ്റ്റ് റൗണ്ട് നമുക്ക് വന്നിട്ട് 30.5, അതിൽ നിന്ന് ബാക്ക് പാർട്ടിൻ്റെ 7.25 ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ട്. 7.25 15.5 അത് കുറച്ചപ്പോൾ ബാക്കി 15 ഉണ്ടായിരുന്നു. 15നെ /2 ചെയ്തപ്പോൾ ഒരു സൈഡിലേക്ക് 7.5 ഇഞ്ച് കിട്ടി. ഈ 7 ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ഒരു സൈഡിലോട്ടുള്ള നീളം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ 1/4 ഇഞ്ചും കൂടി ആഡ് ചെയ്യണം. 1/4 ഇഞ്ച് ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഹുക്കും ഹോളും വെക്കുന്ന ആ ഒരു പട്ട വരില്ല. അപ്പോൾ 7.5 അതിൻ്റെ കൂടെ നമ്മളൊരു 1/4 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 7.25 ഇഞ്ച് വരും. അത് നമ്മുടെ നീളാക്കി വിടും. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 1.25 ഇഞ്ച് ആഡ് ചെയ്യണം. നമ്മൾ ആ 7.25 എന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ് എടുക്കാം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ് എന്ന് പറഞ്ഞത് 7.25 നമ്മുടെ അളവ്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് അടക്കിടുമ്പോൾ 3/4 ഇഞ്ച് കൂട്ടണം. 7.25 അളവിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് വന്നത്. അപ്പോൾ ഇവിടം തൊട്ട് കറക്റ്റ് തയ്യൽ തുമ്പ് അടക്കം 8 ഇഞ്ചാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടം വരേക്ക് താഴേക്ക് നമുക്ക് 6.25 വരുന്നത്. ഇവിടെ നമുക്ക് 8 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, ഇത് കണ്ട് 8 ഇഞ്ചാണ് വരുന്നത്. നമുക്കിവിടെ 6.25 ഒരു പോയിൻ്റ് വരുന്നത്. 6.25 ഒരു പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് ഈ ഒരു അളവ് കുറച്ചാൽ ബാക്കി എത്രയാണോ വരുന്നത് ആ അളവാണ് നമുക്ക് എടുക്കേണ്ടുന്ന ബാൻഡിൻ്റെ അളവ്. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് 8 ഇഞ്ചായിരുന്നു ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് തയ്യൽ തുമ്പ് അടക്കമുള്ള അളവിന് പിന്നെ 6.25 കേട്ടോ. 6.25 എന്ന് പറഞ്ഞാൽ 6.75. പിന്നെ ഒരു നൂലും കൂടി ഉണ്ടാവും. ഒരു നൂല് നമ്മൾ ഇത് നമുക്ക് കിട്ടുന്ന ആൻസറിൽ നിന്ന് ഒരു നൂല് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.25. ഈ 1.25 എന്ന് പറയുന്ന അളവ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഈ 1.25 എന്ന് പറയുന്നത്. ഈ 1.25 ഒരു നൂല് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ 1 ഒരു നൂലേ ഉള്ളൂ. മനസ്സിലായോ? ഈ 1 ഒരു നൂലുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ഇനി തയ്യൽ തുമ്പ് എത്ര ആഡ് ചെയ്യേണ്ടത്? രണ്ടും ഭാഗത്തേക്കും മുകളിലേക്കും താഴേക്കും 1/4 ഇഞ്ച് ഒരു പോയിന്റ് 1/4 ഇഞ്ച് ഒരു പോയിന്റ്. അപ്പോൾ 1/4 ഇഞ്ച് ഒരു നൂല് 1/4 ഇഞ്ച് ഒരു നൂലും കൂടി ആഡ് ചെയ്യുമ്പോൾ 3/4 ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പ് വരുന്നത്. ആ 3/4 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.25 ഒരു നൂല് വരും. ആ അളവാണ് നമ്മൾ ഇതിനകത്ത് അതിമയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് 1.25 ഇഞ്ച് ഒരു നൂല് ആ ഒരു അളവ് എടുക്കും കേട്ടോ. ആ ചെറുതായിട്ടൊന്ന് ചെരിച്ചെടുക്കും. സ്ട്രെയിറ്റ് ആയിട്ടല്ല, ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് 1/2 ഇഞ്ചോളം ചെരിച്ചെടുക്കും. അപ്പോൾ ആ പോയിന്റ് എടുത്തു.
അപ്പോൾ ആ ഒരു അളവാണ് നമുക്ക്. പിന്നെ എഗെയിൻ നമുക്ക് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഈ ഒരു സൈഡിലിട്ടുണ്ടായിരുന്നത് അത് എത്രയാണോ അത് നമ്മൾ രണ്ടും മുകളിലേക്ക് കൊടുത്തു, രണ്ട് സൈഡിലോട്ടും കൊടുത്തു. ഇതിന് ശേഷം നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരേക്ക് ഒരു 2.5 ഇഞ്ച് നീക്കിയിട്ട് ഇവിടെ മുകളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യും. 1/4 ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യും ആ 2.5 ഇഞ്ചിന് വരയിലേക്ക്. ഇവിടെ നിന്ന് 1/4 ഇഞ്ചിൻ്റെ ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് ഇവിടം വരേക്ക് കട്ട് ചെയ്യും. അപ്പോൾ സിമ്പിളാണ്. ബാൻഡ് കട്ടിങ് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ആകെ ചിന്തിക്കാനുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു അളവ് കുറയ്ക്കുക. പിന്നെ ടക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരിക. 1/2 ഇഞ്ചിൻ്റെ ടക്കിൻ്റെ വ്യത്യാസം വരുമ്പോൾ ആ ടക്കിനനുസരിച്ചുള്ള അളവ് ഒരു ചെറിയ വ്യത്യാസം വരും. അത് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് കുറച്ച് നമുക്ക് വേണ്ട ബാൻഡിൻ്റെ മെഷർമെൻറ്റ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ 1/4 ഇഞ്ച് ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ടുണ്ട്. നമ്മളെ ഈ സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ സ്ലീവ് കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ അതേ അളവ് തന്നെ എടുക്കുന്ന രീതിയാണ്. സ്ലീവിൻ്റെ സിമ്പിൾ മെഷർമെൻറ്റ് നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു. കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം പറയുന്നു. കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം. കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് ടിപ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഈ പോയിന്റ്സ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു.